എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി. ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനായിട്ടുള്ള കറണ്ട് അഫെയർ സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 3ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. നേരത്തെ ക്ലാസ് കാണാത്തവർ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സർക്കാർ ഉദ്യോഗസ്ഥരായ വനിതകൾക്ക് ഒരു ദിവസത്തെ ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം. സർക്കാർ ഉദ്യോഗസ്ഥരായ വനിതകൾക്ക് ഒരു ദിവസത്തെ ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരായ വനിതകൾക്ക് ഒരു ദിവസത്തെ ആർത്തവ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരാണ്. മഹാബലേശ്വർ, മഹാരാഷ്ട്ര, അവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം. രാജ്യത്തെ ആദ്യ വെള്ളക്കടുവ പ്രജനന കേന്ദ്രമാണ് മധ്യപ്രദേശിലെ രേവ. മധ്യപ്രദേശിലെ രേവയാണ് രാജ്യത്തെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം. കാലാവസ്ഥാ വിവരങ്ങൾ, മണ്ണ് പരിശോധന, കാർഷിക പദ്ധതിയുടെ വിവരങ്ങൾ, കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങൾ, കൃഷി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാകുന്ന ആപ്പാണ് കതിര്. കതിര് എന്ന് പറയുന്നത് കാലാവസ്ഥാ വിവരങ്ങൾ, മണ്ണ് പരിശോധന, കാർഷിക പദ്ധതിയുടെ വിവരങ്ങൾ, കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങൾ, കൃഷി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ആപ്പിൻ്റെ പേരാണ് കതിർ. കതിർ എന്നാണ് ആപ്പിൻ്റെ പേര്. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച കേരളവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് തൃശ്ശൂരിലെ പുലികൾ, സ്വാമി അയ്യപ്പൻ. തൃശ്ശൂരിലെ പുലികൾ, സ്വാമി അയ്യപ്പൻ, ഈ 2 വസ്തുതകളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്ത് എന്ന പ്രോഗ്രാമിലൂടെ പരാമർശിച്ചിരിക്കുന്നത്. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന പദ്ധതിയാണ് NP വാത്സല്യ. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന പദ്ധതിയാണ് NPS വാത്സല്യ. NPS വാത്സല്യ. വയോജനങ്ങളുടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി. വയോജനങ്ങൾ, അതായത് പ്രായമായ ആളുകളുടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ്. ന്യൂ ഇന്നിങ്സ് എന്ന് പറയുന്നത് വയോജനങ്ങളുടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ്. സംസ്ഥാനത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത്. സംസ്ഥാനത്ത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് മയിലാട്ടി, കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടിയിലാണ് സംസ്ഥാനത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത്. ഏറ്റവും മികച്ച രക്തബാങ്കായിട്ട് കണക്കാക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്. ഏറ്റവും മികച്ച സേവനമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് രക്തബാങ്ക് കാഴ്ചവെക്കുന്നത്. നെക്സ്റ്റ്, പ്രഗതി, പ്രജനി എന്നിവ ഏതിൻ്റെ സങ്കര ഇനങ്ങളാണ്? പ്രഗതി, പ്രജനി എന്നിവ ഏതിൻ്റെ സങ്കര ഇനങ്ങളാണ്? പാവൽ, അല്ലേ? പ്രിയ, പ്രിയങ്ക, അതും പാവലിൻ്റെ സങ്കര ഇനങ്ങളാണ്. അതുപോലെ പ്രഗതി, പ്രജനി, അല്ലേ? കണക്ട് ചെയ്യാൻ സുഖമാണ്, ഒക്കെ പായാണ്. പ്രിയങ്ക, പാവൽ, പ്രിയങ്ക, പ്രഗതി, പ്രജനി, ഇവയിലൊക്കെ എന്തുണ്ട്? സ്റ്റാർട്ടിങ്ങിൽ പായാണ്, അല്ലേ? നെക്സ്റ്റ്,
കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അല്ലേ. അവിടെയുള്ള കാസർഗോഡ് ജില്ലയിലുള്ള കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ബേഡകം ഗരിമ. ബേഡകം ഗരിമയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം. പ്രഗതി, പ്രജനി, പ്രിയ ഇവയൊക്കെ എന്താണ്? പാവലാണ്. ബേഡകം ഗരിമ എന്താണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ്. 2025 ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ തേക്കിൻ മ്യൂസിയമാണ്. 2025 ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലമ്പൂർ തേക്കിൻ മ്യൂസിയം. എല്ലാവർക്കും അറിയാം, ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്കിൻ മ്യൂസിയമാണ് ഏത്? നിലമ്പൂർ തേക്കിൻ മ്യൂസിയം. അപ്പോൾ ഈ 2025 ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നതോ ഈ നിലമ്പൂർ തേക്കിൻ മ്യൂസിയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതി നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതി നിലവിൽ വന്നത് വാമനപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതി നിലവിൽ വന്നത് വാമനപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാലയാണ് ത്രിഡുവൻ സഹകാരി. ഗുജറാത്തിലെ ത്രിഡുവൻ സഹകാരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല എന്ന് പറയുന്നത്. ത്രിഡുവൻ സഹകാരി. ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല മഹാരാഷ്ട്രയാണ്. സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ്. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല ത്രിഡുവൻ സഹകാരി. എന്താണ്? ത്രിഡുവൻ സഹകാരി. ഗുജറാത്തിലെ ത്രിഡുവൻ സഹകാരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ് അനന്ത ക്യാമ്പസ്. കർണാടകയിലെ അനന്ത ക്യാമ്പസിലാണ് ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ് നിലവിൽ വന്നത്. VT ഭട്ടതിരി പുരസ്കാര ജേതാവ് നിലമ്പൂർ ആയിഷയാണ്. VT ഭട്ടതിരി പുരസ്കാര ജേതാവ് നിലമ്പൂർ ആയിഷ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ഇമേജാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്ന രോഗമാണ് ഹൃദ്രോഗം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്ന രോഗമാണ് ഹൃദ്രോഗം. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരുപാട് ആളുകൾക്ക് മരണം സംഭവിക്കുന്നത് എങ്ങനെ മൂലമാണ്? ഹൃദ്രോഗം മൂലമാണ്. പൊതുവിദ്യാലയങ്ങളിലെ 4-7 ക്ലാസ്സിൽ നടത്തുന്ന LSS USS പരീക്ഷകൾ ഇനി അറിയപ്പെടുന്ന പേരാണ് CM കിഡ്. പൊതുവിദ്യാലയങ്ങളിലെ 4-7 ക്ലാസ്സുകളിൽ നടത്തുന്ന LSS USS പരീക്ഷകൾ ഇനി മുതൽ ഒരൊറ്റ പേരിലാണ് അറിയപ്പെടുക, CM കിഡ്. അതിൻ്റെ ഫുൾ നെയിം ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇൻ്റലിജൻസ് ആൻഡ് ഡിലിജൻസ് സ്കോളർഷിപ്പ്. ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇൻ്റലിജൻസ് ആൻഡ് ഡിലിജൻസ് സ്കോളർഷിപ്പ് എന്നാണ് ഇനി മുതൽ LSS USS അറിയപ്പെടുന്നത്. സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിന് കീഴിൽ കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായ
മായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി നിലവിൽ വന്ന പദ്ധതിയാണ് എൻപ്രൗഡ്. സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിന് കീഴിൽ കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി നിലവിൽ വന്ന പദ്ധതിയാണ് എൻപ്രൗഡ്. എൻപ്രൗഡ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി പഞ്ചായത്തിലുമാണ്. എൻപ്രൗഡ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരിയിലുമാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്, അതായത് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ പറഞ്ഞ എൻപ്രൗഡ് എന്ന് പറയുന്ന ഈ പദ്ധതി. ഖരമാലിന്യത്തിൻ്റെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട്. ഖരമാലിന്യത്തിൻ്റെ ശാസ്ത്രീയമായ നിർമ്മാണം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് ടു എനർജി പ്ലാന്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് എന്തുള്ളത്? ഖരമാലിന്യത്തിൽ നിന്നും ഖരമാലിന്യത്തിൻ്റെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് ടു എനർജി പദ്ധതി തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. അതിദാരിദ്ര്യമില്ലാത്ത ജില്ല കൊല്ലം ജില്ല. അതിദാരിദ്ര്യമില്ലാത്ത ജില്ല എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഏത്? കൊല്ലം ജില്ല, അല്ലേ? നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലയിൽ വന്നത് എവിടെ തന്നെയാണ്? കൊല്ലം ജില്ലയിലാണ്. പണ്ട് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നുള്ളൊരു ചൊല്ലൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? ഇപ്പോൾ കൊല്ലം ജില്ല എല്ലാത്തിലും മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ സംരംഭക സ്വപ്നം പ്രാവർത്തികമാക്കാനായി ഒരുങ്ങുന്ന പദ്ധതിയാണ് കെ-ടിക്. പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ സംരംഭക സ്വപ്നം, അവരുടെ ഓരോ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സ്വപ്നം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നിലവിൽ വരുന്ന പദ്ധതിയാണ് ഏത്? കെ-ടിക്. ഏതാണ്? കെ-ടിക്. ഗില്ലൻ-ബാരി സിൻഡ്രം ബാധിച്ച് കേരളത്തിൽ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലാണ്. അതായത് ഈ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഗില്ലൻ-ബാരി എന്ന് പറയുന്നത്. ആ രോഗം വളരെ ദുർഘടം പിടിച്ച രോഗമാണ്. അത് വെച്ചിട്ട് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ്. അപ്പം ഗില്ലൻ-ബാരി സിൻഡ്രം ബാധിച്ച് കേരളത്തിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴ. കാടിറങ്ങുന്ന മൃഗങ്ങളെ തുരത്താൻ കഴിയുന്ന ഡ്രോണാണ് അസ്ത്ര V1. കാടിറങ്ങി വരുന്നപ്പോൾ വയനാട് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന മൃഗങ്ങളെ, അങ്ങനെ കാടിറങ്ങി വരുന്ന മൃഗങ്ങളെ തുരത്താൻ കഴിയുന്ന ഡ്രോണാണ് അസ്ത്ര V1. അസ്ത്ര V1. കുച്ചിപ്പിടി, മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി ഇവ നാലും സമുന്നയിപ്പിക്കുന്ന നൃത്തരൂപമാണ് യാഞ്ചസേനി. കുച്ചിപ്പിടി, മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി ഇവ നാലും സമുന്നയിക്കുന്ന നൃത്തരൂപമാണ് യാജ്ഞസേനി. യാജ്ഞസേനി എന്നതാണ് ഈ 4 നൃത്തരൂപങ്ങളും കൂടി സമന്വയിപ്പിച്ചുണ്ടാകുന്ന മറ്റൊരു നൃത്തരൂപമാണ് യാജ്ഞസേനി. കേരള നിയമസഭയിൽ ധനബില്ലായി അവതരിപ്പിക്കാൻ തീരുമാനിച്ച ബില്ലാണ് സ്വകാര്യ സർവകലാശാല ബില്ല്. കേരള നിയമസഭയിൽ ധനബില്ലായി അവതരിപ്പിക്കാൻ തീരുമാനിച്ച ബില്ലാണ് സ്വകാര്യ സർവകലാശാല ബില്ല്. പി ജയചന്ദ്രൻ്റെ ആത്മകഥയാണ് ഏകാന്ത പഥികൻ. ഏകാന്ത പദ്ധതിയല്ല, ഏകാന്ത പഥികനാണ്. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പി ജയചന്ദ്രൻ്റെ ആത്മകഥ ആണ് ഏകാന്ത പഥികൻ. ഏകാന്ത പഥികൻ എന്നത് നമ്മുടെ ഗായകൻ പി ജയചന്ദ്രൻ്റെ ആത്മകഥയാണ് ഏകാന്ത പഥികൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നേരത്തെയുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും പറയുകയാണ്, ഈ ക്ലാസ്സുകൾ കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ക്ലാസ്സുകളാണ് നമ്മൾ ഇതിലൂടെ തരുന്നത്. ബാക്കി ഭാഗം നമുക്ക് നാളെയും കാണാം.
ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല ത്രിഡുവൻ സഹകാരി. ഏതാണ്? ത്രിഡുവൻ സഹകാരി. ഗുജറാത്തിലെ ത്രിഡുവൻ സഹകാരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ് അനന്ത ക്യാമ്പസ്. കർണാടകയിലെ അനന്ത ക്യാമ്പസിലാണ് ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ക്യാമ്പസ് നിലവിൽ വന്നത്. VT ഭട്ടതിരി പുരസ്കാര ജേതാവ്. VT ഭട്ടതിരി പുരസ്കാര ജേതാവ് നിലമ്പൂർ ആയിഷയാണ്. VT ഭട്ടതിരി പുരസ്കാര ജേതാവ് നിലമ്പൂർ ആയിഷ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ഇമേജ്. ഇമേജാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്ന രോഗമാണ് ഹൃദ്രോഗം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്ന രോഗമാണ് ഹൃദ്രോഗം. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരുപാട് ആളുകൾക്ക് മരണം സംഭവിക്കുന്നത് എങ്ങനെ മൂലമാണ്? ഹൃദ്രോഗം മൂലമാണ്. പൊതുവിദ്യാലയങ്ങളിലെ 4-7 ക്ലാസ്സിൽ നടത്തുന്ന LSS USS പരീക്ഷകൾ ഇനി അറിയപ്പെടുന്ന പേരാണ് CM കിഡ്. പൊതുവിദ്യാലയങ്ങളിലെ 4-7 ക്ലാസ്സുകളിൽ നടത്തുന്ന LSS USS പരീക്ഷകൾ ഇനി മുതൽ ഒരൊറ്റ പേരിലാണ് അറിയപ്പെടുക, CM കിഡ്. അതിൻ്റെ ഫുൾ നെയിം ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇൻ്റലിജൻസ് ആൻഡ് ഡിലിജൻസ് സ്കോളർഷിപ്പ്. ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇൻ്റലിജൻസ് ആൻഡ് ഡിലിജൻസ് സ്കോളർഷിപ്പ് എന്നാണ് ഇനി മുതൽ LSS USS അറിയപ്പെടുന്നത്. സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിന് കീഴിൽ കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി നിലവിൽ വന്ന പദ്ധതിയാണ് എൻപ്രൗഡ്. സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിന് കീഴിൽ കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി നിലവിൽ വന്ന പദ്ധതിയാണ് എൻപ്രൗഡ്. എൻപ്രൗഡ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി പഞ്ചായത്തിലുമാണ്. എൻപ്രൗഡ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരിയിലുമാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഇത് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ പറഞ്ഞ എൻപ്രൗഡ് എന്ന് പറയുന്ന ഈ പദ്ധതി. ഖരമാലിന്യത്തിൻ്റെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട്. ഖരമാലിന്യത്തിൻ്റെ ശാസ്ത്രീയമായ നിർമ്മാണം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് ടു എനർജി പ്ലാന്റ് തയ്യാറാക്കുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് എന്തുള്ളത്? ഖരമാലിന്യത്തിൽ നിന്നും ഖരമാലിന്യത്തിൻ്റെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് ടു എനർജി പദ്ധതി തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. അതിദാരിദ്ര്യമില്ലാത്ത ജില്ല കൊല്ലം ജില്ല. അതിദാരിദ്ര്യമില്ലാത്ത ജില്ല എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഏത്? കൊല്ലം ജില്ല അല്ലേ? നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലയിൽ വന്നത് എവിടെ തന്നെയാണ്? കൊല്ലം ജില്ലയിലാണ്. പണ്ട് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നുള്ളൊരു ചൊല്ലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ കൊല്ലം ജില്ല എല്ലാത്തിലും മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ സംരംഭക സ്വപ്നം പ്രാവർത്തികമാക്കാനായി ഒരുങ്ങുന്ന പദ്ധതിയാണ് KTIC. പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ
എന്താണ് സംരംഭക സ്വപ്നം, അവരുടെ ഓരോ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സ്വപ്നം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നിലവിൽ വരുന്ന പദ്ധതിയാണ് ഏത്? കെ-ടിക്. ഏതാണ്? കെ-ടിക്. ഗില്ലൻ ബാരി സിൻഡ്രം ബാധിച്ച് കേരളത്തിൽ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലാണ്. അതായത് ഈ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഗില്ലൻ ബാരി എന്ന് പറയുന്നത്. ആ രോഗം വളരെ ദുർഘടം പിടിച്ച രോഗമാണ്. അത് വെച്ചിട്ട് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ്. അപ്പം ഗില്ലൻ ബാരി സിൻഡ്രം ബാധിച്ച് കേരളത്തിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴ. കാടിറങ്ങുന്ന മൃഗങ്ങളെ തുരത്താൻ കഴിയുന്ന ഡ്രോണാണ് അസ്ത്ര V1. കാടിറങ്ങി വരുന്നപ്പോൾ വയനാട് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് എന്താ പറയുക, ഒരുപാട് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന മൃഗങ്ങളെ, അങ്ങനെ കാടിറങ്ങി വരുന്ന മൃഗങ്ങളെ തുരത്താൻ കഴിയുന്ന ഡ്രോണാണ് അസ്ത്ര V1. അസ്ത്ര V1. കുച്ചിപ്പിടി, മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി ഇവ നാലും സമുന്നയിപ്പിക്കുന്ന നൃത്തരൂപമാണ് യാഞ്ചസേനി. കുച്ചിപ്പിടി, മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി ഇവ നാലും സമുന്നയിക്കുന്ന നൃത്തരൂപമാണ് യാജ്ഞസേനി. യാജ്ഞസേനി എന്നതാണ് ഈ 4 നൃത്തരൂപങ്ങളും കൂടി സമന്വയിപ്പിച്ചുണ്ടാകുന്ന മറ്റൊരു നൃത്തരൂപമാണ് യാജ്ഞസേനി. കേരള നിയമസഭയിൽ ധനബില്ലായി അവതരിപ്പിക്കാൻ തീരുമാനിച്ച ബില്ലാണ് സ്വകാര്യ സർവകലാശാല ബില്ല്. കേരള നിയമസഭയിൽ ധനബില്ലായി അവതരിപ്പിക്കാൻ തീരുമാനിച്ച ബില്ലാണ് സ്വകാര്യ സർവകലാശാല ബില്ല്. പി ജയചന്ദ്രൻ്റെ ആത്മകഥയാണ് ഏകാന്ത പഥികൻ. ഏകാന്ത പദ്ധതിയല്ല, ഏകാന്ത പഥികനാണ്. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പി ജയചന്ദ്രൻ്റെ ആത്മകഥ ആണ് ഏകാന്ത പഥികൻ. ഏകാന്ത പഥികൻ എന്നത് നമ്മുടെ ഗായകൻ പി ജയചന്ദ്രൻ്റെ ആത്മകഥയാണ് ഏകാന്ത പഥികൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നേരത്തെയുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും പറയുകയാണ്, ഈ ക്ലാസ്സുകൾ കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ക്ലാസ്സുകളാണ് നമ്മൾ ഇതിലൂടെ തരുന്നത്. ബാക്കി ഭാഗം നമുക്ക് നാളെയും കാണാം.